ക്ലാരയുടെ കഥ അവൾ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയിരിക്കുന്നു. ഇവക്കിതെന്ത് പറ്റി? എൻ്റെ ദൈവമേ. അങ്ങനെ നമുക്ക് ഒരു മോൻ. അവനൊരു സുന്ദരനാകും. ഞാനവന് തൊമ്മി എന്ന് പേരിടും. എൻ്റെ അപ്പൻ്റെ പേര്. ഞാനുണ്ടാക്കുന്ന സ്വത്തുക്കളുടെ ഒക്കെ അവകാശി. അതാ ഞാൻ പറഞ്ഞത്, ക്ലാരയുടെ കഥ ക്ലാര ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയെന്ന്. 9 മാസത്തിനിടയിൽ പതിയിൽ ജോണി ബെറ്റിക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതൊന്നുമില്ല. അവളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ കൊണ്ടു നടന്നു. അങ്ങനെ ഒടുക്കം അവർ ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. പെൺകുട്ടിയാ? ജോണി അവൾക്ക് ലിൻ എന്ന് പേരിട്ടു. ജോണിക്ക് അടുത്തത് തൊമ്മിയെ കിട്ടാൻ വേണ്ടി അവർ വേഗം അടുത്ത കുഞ്ഞിനുള്ള പണി നോക്കി. അങ്ങനെ ബെറ്റി ഒന്നുകൂടെ പ്രസവിച്ചു. എന്ത് കുട്ടിയാ? പെൺകുട്ടിയാ. ജോണി അവൾക്ക് ജെന്നിഫർ എന്ന് പേരിട്ടു. അടുത്ത കൊല്ലം ബെറ്റി വീണ്ടും പ്രസവമുറിയിലേക്ക്. ഇപ്രാവശ്യം ആൺകുഞ്ഞിനെ തരണേ. എൻ്റെ ദൈവമേ, എന്ത് ടെൻഷനാണത്. ആൺകുഞ്ഞിനെ തരണേ, ആൺകുഞ്ഞുണ്ടാവണേ. എൻ്റെ ദൈവമേ, ഇപ്രാവശ്യം പോയി അപ്പുറത്തെങ്ങാനും കളിക്കു വച്ചേ. എൻ്റെ കർത്താവേ, ഇപ്രാവശ്യം ആൺകുഞ്ഞിനെ തന്നാ ഞാൻ കള്ളുകൂടി നിർത്താവേ. ഇറച്ചിയും മീനും കഴിക്കുന്നത് നിർത്താവേ. പെൺകുട്ടിയാ? ജോണി അവൾക്ക് ക്ലാര എന്ന് പേരിട്ടു. ഇനിയും ഒരു അംഗത്തിന് മുതിരാതെ ബെറ്റിയും ജോണിയും പിന്നീടൊരു കുഞ്ഞിനെ ശ്രമിച്ചില്ല. അങ്ങനെ തൊമ്മിക്കുഞ്ഞ് എന്ന ബിസിനസ്സുകാരൻ ഒരു സ്വപ്നമായി എന്നും ജോണിക്ക് അവശേഷിച്ചു. ഇനി ജോണിയുടെ എല്ലാ സ്വപ്നങ്ങളും തൻ്റെ മരുമക്കളിലേക്ക് നീങ്ങി. തൊമ്മിക്കുഞ്ഞ് എന്ന പേരുള്ള ഒരു ബിസിനസ്സുകാരൻ തൻ്റെ മരുമോനായി വരും, എപ്പോഴെങ്കിലും വന്നു കയറുമെന്ന് ജോണി വിശ്വസിച്ചു. ആ കാത്തിരിപ്പ് ജോണി തുടർന്നുകൊണ്ടേയിരുന്നു.
എൻ്റെ ജോണേ, നിങ്ങൾ എന്നാന്നട പയ്യെ നടക്കുന്നേ? എൻ്റെ മനസ്സ് പറയുന്ന ഇന്ന് മീറ്റ് ചെയ്യുന്ന ചെറുക്കനെ ക്ലാരയ്ക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. എൻ്റെ ജോണേ, ലിന്നെ, തോമസേ ഒന്ന് പ്രാർത്ഥിച്ചോണേ. വേളാങ്കണ്ണി പോയി വല്ല നേർച്ച എടുക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ ബെറ്റി, നീ ടെൻഷൻ അടിക്കാതെ. നീ വല്ല തലമൊട്ടയടിക്കാതെ നേർന്നായിരുന്നോ? അതുകൊണ്ടാണോ എൻ്റെ മുടിയല്ലേ ഈ കൊഴിയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എടി, ഇന്ന് കാണുന്ന സൂണം മിടുക്കനാടി. ക്ലാരയുടെ ആഗ്രഹം പോലെ നല്ല വെളുത്ത മെലിഞ്ഞ ചെറുക്കനല്ലേ അവൻ. അവനൊരു ബിസിനസ്സുകാരനല്ലെന്നേ ഉള്ളൂ, എന്നാലും നല്ലതാ. ഇത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും വലിയ ഡിമാൻഡുകളാണ്. ഡാഡിക്കാണെങ്കിൽ ബിസിനസ്സുകാരൻ വേണം, അത് മാത്രമാണോ അപ്പൻ്റെ പേരും വേണം. ക്ലാരയ്ക്ക് നല്ല മെലിഞ്ഞ് വെളുത്ത ചെറുക്കനും വേണം. ഇന്ന് വന്നവന് പൊക്ക ഇച്ചിരി കുറവാണോ എന്നാണ് സംശയം. ഇഷ്ടപ്പെടുവോ ആവോ? എനിക്കാണെങ്കിൽ ഇരിപ്പുറയ്ക്കൊന്നുമില്ല. Mummy, stop freaking out. Everything will happen at its own time. May not be today. ഞാൻ എന്നാ പറഞ്ഞാലും അവളുടെ ഒരു ഫ്രീക്കിംഗ് ഔട്ട്. നിൻ്റെ മോൾ മാലിനിക്ക് ഈ പ്രായമാകുമ്പോൾ നിനക്ക് എൻ്റെ വിഷമം മനസ്സിലാവും. ഓ, ഈ ചെറിയ കാര്യമൊക്കെ വിട്ടുകളാ. ഞാൻ ആ നല്ല ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ KCCയുടെ ഇലക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് തട്ടാം. ഗുഡ് ഐഡിയ ഡാഡി. ആ ഫിഷ് ഫ്രൈ ഇങ്ങ് എടുക്ക്. അല്ലെങ്കിലും ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നല്ല ടൈറ്റ് ആവും. Guys, Clara just texted. അവൾ എന്നാടി എഴുതിയിരിക്കുന്നത്? He is not cute enough for me. I don't think it is working out. എൻ്റെ ദൈവമേ, ക്ലാരയ്ക്ക് ഇവനും പോരെ. ഇവിടെ നിൽക്കുന്ന എല്ലാവരേക്കാളും കാണാൻ എന്ത് ഭേദമാണ് ചെറുക്കൻ. തലനിറച്ച് മുടിയുണ്ട്, നല്ല കളറും ഉണ്ട്. ലിനെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഇവൻ മതിയെന്ന്. I cannot force Clara to like him. Clara has to feel the connection with the guy. അവളുടെ ഒരു കണക്ഷൻ. എൻ്റെയൊക്കെ കാലത്ത് കണക്ഷൻ പോയിട്ടൊരു ലൂസ് കണക്ഷൻ പോലുമില്ല. കല്യാണത്തിന് മുമ്പ് എൻ്റെ ഡാഡിയെ നന്നായിട്ടൊന്ന് കണ്ടിട്ട് പോലുമില്ല. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് പെട്ടിയും പാക്കി എതിങ്ങി പോകുന്നു. നല്ല കണക്ഷൻ പിന്നെ ഉണ്ടായി. നല്ല 3 പിള്ളേരെയും കിട്ടി. എടി, നീ ആ എൽസിയോട് സിബിയോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ. കല്യാണത്തിന് മുമ്പ് ഏതായാലും ഡാഡിയെ കാണാൻ നന്നായി. ലിനെ, സ്പീക്കറിലിട്ടെ. Hello? Clara, did you like him? How is it going? Lynn Chechi? Well, I don't know. He's okay, but I don't think he's like that cute or anything. And don't tell mommy this, but he doesn't make me laugh at all. നിന്നെ ചിരിപ്പിക്കാത്തതിൻ്റെ കേട്. എന്നാൽ നിനക്കിനി വല്ല സർക്കസിലെ ജോക്കറിനെ കൊണ്ട് നോക്കാം. എൻ്റെ മാതാവേ, ഇതും നടന്നില്ല. ഇനി ഇവർക്ക് എവിടുന്നൊരു ചെറുക്കനെ തപ്പിപ്പിടിക്കാനാണോ? എവിടുന്നേലും തപ്പിപ്പിടിക്കാം. അല്ലേലും അവൻ്റെ പേരും ശരിയല്ല. അവൻ്റെ പേര് തൊമ്മിന്നുമല്ല, അവൻ ബിസിനസ്സുകാരനുമല്ല. ഈ ജോലിക്കാരെ കൊണ്ടൊന്നും ശരിയാകത്തില്ല. നീ അല്ല, ഈ ജോലിക്കാർക്ക് എന്നാ കുഴപ്പം? ജോലിക്കാരനോ ബിസിനസ്സുകാരനോ ഒന്നും അല്ല ഇവിടെ പ്രശ്നം. എൻ്റെ ബലമായ സംശയം അവൾക്ക് ആരാണ്ടുണ്ടെന്നാ. I don't think so. If Clara has someone, she will tell us. അല്ലടി, ആരാണ്ടുണ്ടടി. അല്ലെങ്കിൽ ഈ വരുന്ന ആലോചനകളെല്ലാം അവൾ ഉടക്കി വിടുന്നത് എന്തിനാ? എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അവൾക്ക് ആരാണ്ടുണ്ട്. അവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അവൾ പറയത്തില്ല. പിന്നെ എന്നാ ഒരു വഴി? എൻ്റെ ജോണേ, അവളുടെ ഉള്ളിൽ പറയാൻ എന്തേലും മാർഗം ഈ മൊട്ടത്തലയ്ക്കകത്തുണ്ടോയെന്നൊന്ന് ആലോചിച്ചേ. എൻ്റെ തോമസ്, നീ ആ കമ്പ്യൂട്ടറിൽ നിന്ന് നോക്കിക്കേ, ഉള്ളിൽ പറയാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. ലിനെ, നീ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കയറി എപ്പോഴും ഇരിക്കാതെ വല്ല പോംവഴിയും പറഞ്ഞുകൂടെ? കിട്ടി, ഐഡിയ കിട്ടി. നമ്മുടെ സണ്ണിച്ചായനില്ലേ, തണ്ണിക്കിരിയിലെ. ഏത്? നമ്മുടെ കൗണാൻറ്റോമിയുടെ സണ്ണിച്ചായനോ? ആ, പുള്ളിക്കാരൻ തന്നെ. ഇതോനൊരു പുതിയ പച്ചമരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒരു സ്പൂൺ കുടിച്ചാൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടും. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മണി പോലെ കറക്റ്റ് ആൻസർ പറയും. അതിൻ്റെ സാമ്പിൾ നമ്മുടെ മാക്കോറ ജോണിച്ചായൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ആലോചിക്കേണ്ട, ജോണിച്ചായനോട് വേഗം മരുന്നുമായിട്ട് വരാൻ പറ. നമുക്കത് ക്ലാരയ്ക്ക് കൊടുത്തിട്ട് അവിടെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയാം. ജോണിച്ചായൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആടെ ജോണിച്ചായൻ. ഓ, ഞങ്ങളിതിൽ നടക്കാൻ പോയതായിരുന്നു. അപ്പോൾ നല്ല ഫിഷ് ഫ്രൈയുടെ മണം, പോരാത്തതിന് തോമയുടെ കാറും. ജോണേ, എന്നാ ഒരു ഡ്രിങ്ക് എടുത്തേ. ഡ്രിങ്കൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. സണ്ണിച്ചായൻ്റെ പുതിയ മരുന്ന് നമുക്ക് ക്ലാരയ്ക്ക് കൊടുത്തൊന്ന് പരീക്ഷിച്ചാലോ? എൻ്റെ പറ്റി ക്ലാരയ്ക്ക് എന്നാ പറ്റി? ഇന്നലെയും കൂടി ഞാൻ കണ്ടതാണല്ലോ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. മമ്മ, ഇന്ന് കണ്ട ചെറുക്കനെ ക്ലാരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ സംശയം അവൾ കാര ഉണ്ടെന്നാ. സണ്ണിച്ചാൻ്റെ പുതിയ മരുന്ന് കൊടുത്ത് അതൊന്ന് അറിയാനാ. ആ, അത് കാറ ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം. എൻ്റെ ഒരു ഫ്രണ്ടിന് അവൻ്റെ ഭാര്യ ഇത്തിരി സംശയം, അവന് കൊടുക്കാൻ കാറ എടുത്തതാണ്. ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഭാര്യ സംശയത്തിന് ഇത് ഉപയോഗിക്കാവോ? എന്നാ ശകലം ലില്ലിന് കൊടുത്തൊന്ന് പരീക്ഷിച്ചാലോ?
എനിക്കും ചിലത് അറിയാനുണ്ട്. ആ സൂത്രം അങ്ങ് തൊടുപുഴ കൊണ്ടുപോയി വെച്ചാൽ മതി. നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞാൻ മരുന്ന് കഴിക്കാറില്ല. ഞാൻ ഫ്ലൂ ഷോട്ട് പോലും എടുക്കാറില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. ലിൻ, ഇത് ഓർഗാനിക്കാ. ആ വേല മനസ്സിൽ ഇരിക്കട്ടെ. എന്നാ ഓർഗാനിക് ആണെങ്കിലും എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, യു ടേക്ക് ഇറ്റ്. യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ടേക്കിംഗ് ഓർഗാനിക് മെഡിസിൻസ്, റൈറ്റ്? ഇടി കള്ളി, വേലായതിൻ്റെ അടുത്താണോ? അതെ, എനിക്ക് ചില പച്ചമരുന്നൊക്കെ അലർജി ഉള്ളതാണ്. ഇത് കഴിച്ച് ഞാനെങ്ങാനും മെലിഞ്ഞു പോയാലോ? ഇത് നമുക്ക് മമ്മിക്ക് കൊടുക്കാം. ആ, അത് ശരിയാ. ഇത് നമുക്ക് ബെറ്റിക്ക് കൊടുക്കാം. എനിക്കും ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എൻ്റെ ജോണെ 35 വർഷമായില്ലേ ഞാൻ കൂടെ കൂടിയിട്ട്. ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? ഞാൻ കഴിക്കാം, പക്ഷേ അത് കഴിയുമ്പോൾ ഡാഡിയും കഴിക്കണം. അത് വേണ്ട. ഞാൻ ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്നതൊക്കെ മാറിപ്പോവും. ഓ, അന്ന് അപ്പോൾ ഫസ്റ്റ് നൈറ്റ് പറഞ്ഞതൊന്നും സത്യമല്ലല്ലേ? എടാ കള്ള. നമുക്കെന്നാ ജോണിച്ചായന് കൊടുക്കാം. ജോണിച്ചായൻ സത്യം മാത്രമേ പറയൂ. പള്ളിയിലെ കൈക്കാരനൊക്കെ അല്ലായിരുന്നോ? നമുക്ക് ജോണിച്ചായൻ എന്നെ കൊടുക്കാം. ഇത് കുരിശായല്ലോ. അല്ല, എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ ഷിപ്പയിലായിരുന്നു. ഇനി എൻ്റെ എന്നാ ചോർത്തിയെടുക്കാനാ സെലി? ക്ലാര വരാറായി. ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട നീ. എല്ലാം ഓക്കെയാ. നമുക്കെന്നാ ഇത് പിണ്ടിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിണ്ടിവെള്ളമൊന്നും അവൾ കുടിക്കത്തില്ല. നമുക്ക് വൈന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണേൽ അവൾ നല്ലപോലെ മാട്ടിക്കോളും. അതാ കറക്റ്റ്. ഞാനിത് പെട്ടെന്ന് വൈനി മിക്സ് ചെയ്തുകൊണ്ട് വരാം. മമ്മി, അവളോട് പതുപോലെ ദേഷ്യപ്പെട്ടേക്കരുത്. മരുന്ന് കൊടുക്കാനുള്ളതാ. ബി നൈസ്. ക്ലാര വന്നല്ലോ. Hi guys. ക്ലാര, ഇറ്റ്സ് ഓക്കെ. അവനായിരിക്കത്തില്ലടി നിന്റെ ചെറുക്കൻ. നീ വിഷമിക്കണ്ടടി. Whoa. What is going on here? Why is Mummy being so understanding? I thought she was going to yell at me and get all mad because it didn't work out with that guy. Oh, hey Dada. By the way, how is your tooth pain after I had pulled out your tooth? എൻ്റെ മോളെ, നീ ആ പല്ലെടുത്ത പിന്നെ നല്ല കുറവുണ്ടടി. ഇപ്പോൾ ഒട്ടും വേദനയില്ല. Really? That's quite interesting. ക്ലാര, നീ വൈനൊന്ന് ടേസ്റ്റ് ചെയ്തേ. Nah, I'm not in a mood for wine. ക്ലാര, നീ ഇത് കുടിക്ക്. ഞങ്ങൾക്ക് പലതും ചോദിച്ചറിയാനുള്ളതാ. ഇവളിത് നശിപ്പിക്കും. Wait, something is going on here. സാധാരണ മമ്മി എന്നോട് ഡോണ്ട് ഡ്രിങ്ക് അല്ലേ പറയുന്നത്? എൻ്റെ പൊന്നു മോളെ മത്തിക്കുട്ടി, ഇത് കുടിക്കടി. ഓക്കെ, ഡാഡി നിർബന്ധിക്കുമല്ലേ? ഒരു ഗ്ലാസ് എടുക്കാം. This is really good. Whoa. ഇതിന് നല്ല കിക്കാണല്ലോ. തല കറങ്ങുന്ന പോലെ. ഞാനിങ്ങനെ പാറി നടക്കുക. ഇങ്ങനെ പറക്കാൻ എന്തൊരു സുഖം. I believe I can fly. യോണിച്ചായ, അവളോടെല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കേ. ക്ലാര, ആർ യു ഓക്കെ? ക്യാൻ യു ഹിയർ മീ? I am excellent. I feel great. I feel like I have wings and I'm flying back to my childhood. മോളെ ക്ലാരേ, കുട്ടിക്കാലത്തെ ഒരു സംഭവം പറയാവോ? My kuttikalam was so fun. Linchechi, Nunu, Shingari, Tiny Tots and Smackin' Jacks. We had so much fun together. I'll always remember my favorite childhood dance. Chepukilikkana chengadi, Chepukilikkana chengadi. നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പ് കിലിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ. പിന്നീട് അതെന്താണ് എയ്യ നല്ല കുന്നിക്കൊരു മണി പൊന്മാല, പിന്നീട് അതെന്താണ് എയ്യ നല്ല കുന്നിക്കൊരു മണി പൊന്മാല. ഓണനിലാവത്തു തുള്ളാട്ടം കൊള്ളു ഓമനച്ചങ്ങാതി ചൊല്ലു നീ, ഓണനിലാവത്തു തുള്ളാട്ടം കൊള്ളു ഓമനച്ചങ്ങാതി ചൊല്ലു നീ. ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല, ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ചെപ്പു കിലിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, പിന്നീട് അതെന്താണ് എയ്യ നല്ല കുന്നിക്കൊരു മണി പൊന്മാല.
tell you a story which has never been told. When I was 3 years old, I had a habit of biting other kids. One day, I had a big fight with Shingari, and at the end of the fight, I bit her so hard on her stomach. Shingari started crying like a big baby, and Dada came with a plier and told me that if I ever bite anybody again, he will pull all my teeth out with that plier. I was so mad and cursed Dada, saying that in the future, I will become a dentist and will pluck Dada's teeth. Ha 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 ha! That dream came true, and I am now a dentist, and Dada is my patient, and I already pulled Dada's teeth, and many, many more to go. ഓ, ഇവളിതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചെറിയൊരു വേദന പോലെ. നീ എന്തിനാടി അതിന് ഇത്രയും ചിരിക്കുന്നേ? Sorry, Dada. To take revenge, in yesterday's dentist appointment, I left your bad tooth there and purposefully pulled out a good tooth. Sorry. ഓ, എൻ്റെ ജോണേ, അന്ന് പല്ലെടുക്കാന്ന് പറഞ്ഞ നന്നായി. വല്ലോ കിഡ്നിയാ അവളുടെ എടുക്കാന്ന് പറഞ്ഞിരുന്ന ഇന്ന് എൻ്റെ കിഡ്നിയും കൊണ്ട് പോയനെ അവള്. അതൊക്കെ വിട്. Tell us something about your boyfriend, മോളെ. Don't tell anyone, okay? But I like a guy from Chicago. He's a very successful businessman. ചതിച്ചു ജോണേ, അവൾക്ക് ആരാണ്ടുണ്ട്. എടി മൂദേവി, അത് കറമ്പനാണോ? കറമ്പനാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ കറമ്പനൊന്നും അല്ല. ജോണേ, കറമ്പനല്ലെന്ന്. പിന്നെ ആരാടി, വെളുമ്പനാണോ? വെളുമ്പൻ ഒട്ടുമല്ല, മലയാളി തന്നെ, ഫ്രം ദ വാഴക്കാല ഫാമിലി. ഓ, രക്ഷപ്പെട്ട എൻ്റെ ബെറ്റി. മലയാളിയാ, വാഴക്കാല ഫാമിലി എന്നാണെന്നു. എന്നിട്ട് നീ എന്നാടി ഞങ്ങളോട് ഇതൊന്നും പറയാത്തത്? അതെ, ഡാഡിക്ക് ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കന് അപ്പച്ചൻ്റെ പേര് തോമസ് തന്നെ വേണം. ഇവന്റെ പേര് ജിമ്മി എന്നാ. ഡാഡി എന്നെ കൊല്ലും. എൻ്റെ ക്ലാരേ, നീ വലിയ ഡെന്റിസ്റ്റ് ആണെങ്കിലും ഒരു ബുദ്ധൂസ് ആണല്ലോടി. Clara, tell me, how did you meet him? വിക്ടോറിയ ഡെന്റൽ സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഞാനൊരു ചുള്ളൻ്റെ കൂടെ നടന്നു. തെക്കൻ ടെക്സസിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. അത് ജിമ്മിയുടെ അടുത്ത് വെച്ച ഓരോ മുടിയിലൂടെയും തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഷിക്കാഗോയിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് ഓരോ തവണ വരുന്തോറും ജിമ്മിയുടെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ ക്ലിനിക്കിൻ്റെ ഹാളിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിക്കും ഇവനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. ഈ ജിമ്മിക്കുട്ടൻ അവൻ എൻ്റെ ആണെന്ന്. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേനെ പാടൂ പ്രേമാദ്രം.
മമ്മിയോടും ഡാഡിയോടും പറയണ്ട കേട്ടോ. Jimmy will be coming today to our house with lots and lots of gifts. A jasmine plant for Mummy, toys for Johnny, Bobby and Lurton, and a blue label color for Daddy. ബ്ലൂ ലേബൽ ഫോർ ഡാഡി. അത് പിന്നെ ഞാൻ ലിനിനെ കിട്ടുന്ന സമയത്ത് ബ്ലൂ ലേബൽ ഇറങ്ങിയിട്ടില്ല. എൻ്റെ ജോണിച്ചായ, ഇനി അവളെ എഴുന്നേൽപ്പിക്കേ. What happened? Huh? What happened? Where am I? ആ, ഇതാണോ ഇനി ജിമ്മി? ഇവനെന്നെ ഈ ഗൾഫുകാരൻ നാട്ടിൽ വരുന്ന പോലെ കൈ നിറച്ച് സാധനങ്ങളാണല്ലോ. ബാബാ, കമോൺ കമോൺ. ഹായ്, ഐ ആം ജിമ്മി തോമസ്. ഞാൻ ചിക്കാഗോയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ജിമ്മി തോമസ്, ലാസ്റ്റ് നെയിം തോമസ്. എൻ്റെ തൊമ്മിക്കുഞ്ഞ്, കാലങ്ങളായി ഞാൻ കാത്തുവരുന്ന എൻ്റെ തൊമ്മിക്കുഞ്ഞ്. അടിച്ചു മോനെ, അടിച്ചു. അങ്ങനെ തൊമ്മിക്കുഞ്ഞ് എന്ന ബിസിനസ്സുകാരനായ മകൻ എന്ന സ്വപ്നം ഒരു മരുമകനിലൂടെ പതിയിൽ ജോണിക്ക് സഫലമായി.